ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താ ഈ സീസണെ പറ്റിയുള്ള അഭിപ്രായം? വളരെ ബോറായിട്ടുണ്ട്. നല്ല ബോറാണ്. ഒരു പുതിയ തലമുറയ്ക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാം അത്രയും പോരാ. എൻ്റെ രണ്ടാമത്തെ മോ അതിൻ്റെ ഒരു ഫാനാണ്, ഈ ബിഗ് ബോസിൻ്റെ ഒരു ഫാനാണ്. അവൻ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പെർഫോമൻസ് നടത്തിയിരുന്നു അവൻ. അതെ, അടുത്ത പ്രാവശ്യം എരിവ് കൊണ്ടുവരണോ? അത്ര കൊള്ളില്ല സത്യം പറഞ്ഞാൽ. തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഷോ ആണ് ബിഗ് ബോസ്. ലാലേട്ടനാണ് ഇപ്രാവശ്യം വിന്നർ. കപ്പ് ലാലേട്ടൻ കൊണ്ടുപോയി, പുള്ളി കൊണ്ടുപോയി. ബോസ് ഞാൻ ഇന്നേ വരെ 2 മിനിറ്റ് പോലും കണ്ടില്ല. അത് ഇത്ര വൃത്തികെട്ട ഒരു പരിപാടി പറഞ്ഞാൽ വേറെ ഇല്ല. തോന്നിവാസങ്ങൾ കാണിച്ചു വിട്ടാ. ഒരു സീസൺ പോലും കണ്ടിട്ടില്ല. ഇല്ല, 1 മിനിറ്റ് പോലും കണ്ടിട്ടില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ വൈഫൊക്കെ ഇരുന്ന് കാണാറുണ്ട്, നമ്മളത് കാണാറില്ല. ലാലേട്ടനാണ് ഉള്ളതിൽ മെച്ചം. കാരണം ശനിയാഴ്ചത്തെ ഒരു എപ്പിസോഡേ കൊള്ളത്തുള്ളൂ. നോക്കിയിട്ട് ശനിയാഴ്ച നമുക്ക് പറയേണ്ടതല്ല, ലാലേട്ടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോ പുറത്താവണു അപ്പൊ കാണും. റീൽസ് കൂടി ഇങ്ങനെ വരുന്നതാണ്. എപ്പിസോഡ് കാണാറില്ല. വലിയ മെച്ചമില്ല സീസൺ. സീസൺ കൊള്ളൂല. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ പരാജയമാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് പോരാ. അത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്കിഷ്ടല്ല പരിപാടി. ഒരുമാതിരി കോപ്രായല്ലേ. ലാലേട്ടൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും നല്ല പറയുന്നുണ്ട്. പക്ഷെ ഇത് നിരോധിക്കാൻ വല്ല വഴിയുണ്ടോ? നിരോധിക്കണം അഭിപ്രായം. ഇതൊരു ഗെയിം അല്ല, ഒരു പരിപാടി പരിപാടി എന്താ അതിനകത്ത് നിരോധിക്കണം? സംഭവം എന്താ ശരിക്കും ഞാൻ അറിയാണ്ട് ചോദിക്കണം, അതെന്താ സംഭവം? ലാലേട്ടൻ്റെ ഫാനാണ്. പിന്നെ ലാലേട്ടൻ നിർമ്മിക്കുക എന്തെങ്കിലും ഒന്ന് കാണാൻ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം നിർമ്മിച്ചത്. അത് ആ രീതിയിൽ അദ്ദേഹം വൻ വിജയമാണ്, പ്രോഗ്രാം വൻ വിജയമാണ്. ഞാൻ പണ്ട് കണ്ടത് മറ്റേ എന്താണ് കിങ്കളൊക്കെ അഭിനയിക്കുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ ചില ഡയലോഗൊക്കെ എനിക്ക് ഇന്ന് ഒരു വല്ലാത്ത ഇതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി കുറച്ചും കൂടെ എന്താണ് ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലാണ് ലാലേട്ടൻ നടത്തുന്നത്. പുള്ളിയുടെ ഓരോരുത്തരായിട്ട് ഇൻ്റർവ്യൂ എന്നൊക്കെ ഭയങ്കര പെർഫെക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അത്ര വിലയിരുത്താനുള്ള അത്ര വിവരവും കഴിവുള്ള ആളല്ല. എനിക്കിഷ്ടമല്ല. പെണ്ണുങ്ങളെ അമ്മ കിടന്ന് ചീത്ത വിളിയും തെറി വിളിയും വഴക്കും പ്രശ്നങ്ങളും കരച്ചിലും ഒക്കെ ഉള്ള പരിപാടിയാണ്. എനിക്കിഷ്ടമല്ല മോളെ. പഴയ ഒരു സീസൺ പോലെ അല്ലല്ലോ, ഇപ്പൊ ഒരു സുഖമില്ല. സീസൺസിനെ കൊണ്ട് മറ്റേനെ അപേക്ഷിച്ചിട്ട് വലിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. അത്ര എൻജോയ്മെന്റ് തോന്നുന്നില്ല. വ്യത്യസ്തമുള്ള ഒരു പ്രോഗ്രാമാണ്, ഞാൻ അധികം കാണാറില്ല. പക്ഷേ മനുഷ്യനെ ഈ പറഞ്ഞ പോലെ എന്താണ് നോർമൽ ലൈഫിൽ നിന്ന് അവന് ഒരുമാതിരി ടെൻഷനാക്കി വടക്കാക്കുന്ന പോലെ ഒരാണ്. അത്ര ക്ഷമയുള്ളവർക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റും. എനിക്കിങ്ങനെ ഒരു ഫേവറേറ്റ് ഉണ്ടായിരുന്നു നേരത്തെ സീസൺസിലൊക്കെ, ബട്ട് ഇതിലങ്ങനെ ആരും ഇല്ല, എല്ലാം ഒരുമാതിരി. ലാലേട്ടന്റെ ഈ പ്രാവശ്യത്തെ അവതരണമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, തീർത്തും വ്യത്യസ്തമാണ് മൊത്തത്തിൽ വെച്ച്. അയ്യോ, ലാലേട്ടൻ നല്ലതായി പ്രാവശ്യം. എല്ലാവരെയും നമുക്ക് പറയാനുള്ളതൊക്കെ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അടിപൊളിയാണ്, എല്ലാവർക്കും നല്ലപോലെ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. മോഹൻലാൽ എപ്പോഴും ലാലേട്ടൻ മരണ മാസല്ലേ. പൊതുവെ ഞാൻ പറഞ്ഞില്ല, മുന്നേത്തെ അപേക്ഷിച്ചിട്ട് വലിയ പെർഫോമൻസ് അല്ല മൊത്തത്തിൽ. കുഴപ്പമില്ല, വീക്കെൻഡ് എപ്പിസോഡ്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സൂപ്പറാ. കുഴപ്പമില്ല. ലാലേട്ടൻ നമുക്ക് ശരിക്കും മാസ്റ്റർ പോലല്ലേ എല്ലാ കാര്യത്തിലും. അതെ, എങ്ങനെയുണ്ട് ഈ സീസൺ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ സ്കിപ്പ് അടിച്ചിടും. പ്രത്യേകിച്ച് ജാസ്മിൻ. അപ്പൊ നീ കാണാറില്ലത്? ജസ്റ്റ് ഇൻസ്റ്റായിൽ റീൽസൊക്കെ ഷോർട്സ് ഒക്കെ വരില്ല. പരാജയം. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ അത് കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്തോളൂ. ഭയങ്കര മോശമാണ്. റീൽ ഇടയ്ക്കിടയ്ക്ക് കുറെ ബിജിഎം കയറ്റി അത് കാണാറുണ്ട്. ബിജിഎം കേൾക്കാൻ വേണ്ടി കാണണതാ. വിജയം കേൾക്കാൻ എന്താ പിന്നെ പാട്ടിട്ട് കേട്ടാ പോലെ. എന്നാലും അവരിങ്ങനെ അടിക്കണതൊക്കെ ഇങ്ങനെ എഡിറ്റേഴ്സ് ഇങ്ങനെ ഇത് ചെയ്ത് കാട്ടൂല. അപ്പൊ കുറെ എഫക്റ്റ് ഒക്കെ ഇട്ട് അത് കാണാൻ രസമുണ്ട്. അല്ലാതെ മൊത്തത്തിൽ ഉറപ്പിക്കൽ തന്നെയാണ്, എല്ലാവരും ഒഴിവാക്കി തുടങ്ങി. ടോട്ടലി ഉറപ്പിക്കലാണ്. പിന്നെ അവിടെ കൊതിഞ്ഞോണെ ഒരു ചുന്നാരിപ്പോൾ ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു വല്ലപ്പോഴും കാണുമ്പോൾ തോന്നുകയാണ്. എന്നാൽ അത് നോട്ട് ബാഡ്. ആക്ടിങ് അല്ല, ആക്ടിങ് ആണ്. പിന്നെ ആക്ടിങ് അല്ലാതെ പിന്നെ ക്യാമറ അവിടെയും പിടി വെക്കാണ്ട് ആക്ടിങ് അല്ല. കാരണം ക്യാമറ ഉണ്ട്, പക്ഷെ ഓരോരുത്തർ അവർക്ക് അറിയാലോ ഇത് ക്യാമറ ഉണ്ട്, അവിടെയും ഇവിടെ ക്യാമറ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ അത് ആക്ടിങ് അല്ലാതെ പിന്നെ എന്താ ഇതിന് പറയാം. പക്ഷെ ഈ 100 ദിവസമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ആക്ട് നിൽക്കാൻ പറ്റുമോ? അതൊക്കെ നിൽക്കാം, അവർക്ക് ക്യാഷ് കിട്ടുന്നില്ലേ, നമ്മൾ നിൽക്കുമല്ലോ. അറിയില്ല, അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോ വിവാദമാകുമ്പോൾ ഓരോ ക്ലിപ്പുകൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സെർച്ച് നടത്തുന്നല്ലാതെ നമ്മൾക്ക് കൂടുതലൊന്നും അറിയില്ല. എൻ്റെ പ്രായം വെച്ചിട്ട് എനിക്കത് എന്താണ് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എന്നാലും കംപ്ലീറ്റ്ലി ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സ്ഥിതിക്ക് പറയണം, ഇതൊരു വിജയമാണ്. ഈ സീസണിൽ ഇഷ്ടമായിട്ടില്ല. ഈ സീസണിൽ ടാസ്കുകളൊക്കെ നന്നായിട്ട് കുറവായിട്ടാണ് തോന്നുന്നത്. ഫിസിക്കൽ ടാസ്ക് കുറവായിട്ട് തോന്നുന്നു.